2024 ജനുവരി 22 രാമക്ഷേത്രത്തിന്റെ പ്രാൺ പ്രതിഷ്ഠ ആരംഭിക്കാനിരിക്കെ അയോധ്യയിൽ സുരക്ഷാ നടപടികൾ വർദ്ധിപ്പിച്ചു. പ്രദേശത്ത് ഒന്നിലധികം ഡ്രോണുകൾ വിന്യസിക്കും. സുരക്ഷ ശക്തമാക്കുന്നതിനായി അയോധ്യയിലുടനീളം CCTV ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. അടുത്ത വർഷം അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ജമ്മു കാശ്മീരിലെ ആശുപത്രികളിലും ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം നിലവിൽ വരുന്നു. ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ആരോഗ്യ പരിരക്ഷാ മാർഗ്ഗങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിനുമായി ജമ്മു കാശ്മീരിലുടനീളമുള്ള ആശുപത്രികളിൽ QR കോഡ് സൌകര്യങ്ങൾ നടപ്പിലാക്കാൻ ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർമാരോട് നിർദ്ദേശിച്ചു. മെഡിക്കൽ സൂപ്രണ്ടുമാർ, ജമ്മു കാശ്മീരിലെ ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർമാർ തുടങ്ങിയവരോട് ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങൾ ഉറപ്പുവരുത്താനും നിർദ്ദേശം നൽകി. പീപ്പിൾസ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ ദേശീയ അന്വേഷണ ഏജൻസി 2 പേരെ അറസ്റ്റ് ചെയ്തു. ജാർഖണ്ഡ്, ബീഹാർ, മധ്യപ്രദേശ്, ന്യൂഡൽഹി എന്നിവിടങ്ങളിൽ നടത്തിയ റെയ്ഡുകളിലാണ് 2 പേരെ NIA അറസ്റ്റ് ചെയ്തത്. ഇന്ത്യൻ ആർമി യൂണിഫോമിന് പുറമെ 2 പിസ്റ്റളുകൾ, 3 ലക്ഷം രൂപ സ്വർണം, വെള്ളി ആഭരണങ്ങൾ എന്നിവയും അന്വേഷണ ഏജൻസി പിടിച്ചെടുത്തു. തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകുന്നതിനെക്കുറിച്ചുള്ള വിവരത്തെ തുടർന്ന് IPC നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരം ഈ വർഷം ഒക്ടോബറിൽ NIA സ്വമേധയാ ഇവർക്കെതിരെ കേസെടുത്തിരുന്നു. തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകുന്നതിനെക്കുറിച്ചുള്ള വിവരത്തെ തുടർന്ന് IPC നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരം ഈ വർഷം ഒക്ടോബറിൽ NIA സ്വമേധയാ കേസെടുത്തിരുന്നു. ചെന്നൈ എയർപോർട്ടിൽ 1201 ഗ്രാം മയക്കുമരുന്നുമായി ഒരാൾ കസ്റ്റംസ് പിടിയിലായി. 12 കോടി രൂപ മൂല്യം വരുന്ന ലഹരിമരുന്നാണ് പിടികൂടിയിരിക്കുന്നതെന്ന് കസ്റ്റംസ് അറിയിച്ചു. അഡീസ് അബാബിൽ നിന്നെത്തിയ നൈജീരിയൻ സ്വദേശിയാണ് ഇയാളെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് കസ്റ്റംസ് അധികൃതർ അറിയിച്ചു. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും കസ്റ്റംസ് അധികൃതർ കൂട്ടിച്ചേർത്തു. പരീക്ഷാ പേപ്പർ ചോർച്ചാ കേസ് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാൻ രാജസ്ഥാൻ സർക്കാർ തീരുമാനം. ഇതിനു പുറമെ സംഘടിത കുറ്റകൃത്യങ്ങൾ തടയാൻ ഗുണ്ടാവിരുദ്ധ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുമെന്നും കഴിഞ്ഞ ദിവസം നിലവിൽ വന്ന പുതിയ സർക്കാർ പ്രഖ്യാപിച്ചു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷ വലിയ പ്രശ്നമാണെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം മാധ്യമങ്ങളോട് സംവദിക്കവെ രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ പറഞ്ഞു. സ്ത്രീ സുരക്ഷയും അഴിമതി നിർമ്മാർജ്ജനവുമാണ് തന്റെ സർക്കാരിന്റെ മുൻഗണനകളെന്ന് മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ പറഞ്ഞു.